ഹലോ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഈസ്റ്ററാണ്. അതുപോലെ തന്നെ പിള്ളേരുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. 2-ാം തീയതി 3-ാം തീയതിയാണ് ബർത്ത്ഡേ. അപ്പം ദുഃഖശനിയും ദുഃഖവെള്ളിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈസ്റ്ററിൻ്റെ അന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് ഈസ്റ്ററും ബർത്ത്ഡേ ആഘോഷവും കൂടെ ഒരുമിച്ചാണ് കേട്ടോ നടക്കുന്നത്. എല്ലാ വർഷവും ഈ ഒരു ടൈമൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ബർത്ത്ഡേ വരിക. കാരണം മോൻ ജനിച്ചത് ദുഃഖവെള്ളിയുടെ അന്നാണ്, മോള് ജനിച്ചത് ഈസ്റ്റർ മൺഡേ ആണ്. അപ്പോൾ ഏകദേശം ആ ഒരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്തി അങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ആഘോഷിക്കുന്ന രണ്ടാളുടെയും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. ഒരു 12 മണിക്കൂറത്തെ വ്യത്യാസമുള്ളൂ. ഇത്തവണ കേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് 2ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അടിപൊളിയായിരുന്നു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ഞങ്ങളത് മക്കൾ ഡെക്കറേറ്റ് ചെയ്ത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കേട്ടോ. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെ നമ്മൾ അടുത്തുള്ളവരെയൊന്നും ഇത്തവണ നമ്മൾ പറഞ്ഞൊരു വീട് പണിയിലാണ്. അപ്പോൾ കൂടുതൽ ആളുകളെയൊന്നും നമ്മൾ വിളിച്ചോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടുത്തുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. ചേട്ടയുടെ 1-2 ഫ്രണ്ട്സിനൊക്കെ ഭക്ഷണം കൊടുത്തു കൊണ്ടിട്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ആഘോഷം അങ്ങനെ വെച്ചു കേട്ടോ. വൈകുന്നേരമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ സെലിബ്രേഷൻ നമ്മൾ സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും മഞ്ച് കൊടുത്തു. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഒരു ചെറിയ ടീ പാർട്ടി അങ്ങനെ കൊടുത്തായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാത്തതാണ്. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ നമുക്ക് ഒരു 3 വർഷത്തിന് ശേഷമാണല്ലോ ചേട്ടായി പിള്ളേരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. നാട്ടിൽ വന്നിട്ട് 2 വർഷമായില്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കുറേ മീൻസ് ഒരു 2 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ബർത്ത്ഡേ ആഘോഷമാണ് മക്കളുടെ. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മളിങ്ങനെ സ്കൂളിൽ മഞ്ചാണ് കൊടുക്കുക. മഞ്ച് കൊടുത്ത് ടീച്ചേഴ്സിന് ടീ പാർട്ടി അങ്ങനെ കൊടുക്കും. പിന്നെ വേറൊന്നും കണ്ടല്ല, എന്താ പറയുക, നമ്മുടെ മക്കളെ അത്രയും നന്നായിട്ട് അവർ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിലും എപ്പോഴും എന്തൊരു നമ്മുടെ ഒരു വിളിപ്പുറത്ത് എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഒരു ചെറിയ മഴ പെയ്താൽ പോലും വിളിക്കുന്നു. അപ്പോൾ അത്രയും നമ്മളോട് കോപ്പറേറ്റീവാണ് ടീച്ചേഴ്സ്. പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് ഇതില്ലാതെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി വെച്ചു. അതുപോലെ തന്നെ ബീഫ്, സലാസ്, അച്ചാർ, പോർക്ക്, അങ്ങനെ കള്ളപ്പൊക്കെ ചുട്ട് അങ്ങനെ ഒരു ആഘോഷം. അതെല്ലാ തവണയും നമ്മൾ ക്രിസ്മസിനും ഈസ്റ്ററിനും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം നോയമ്പെടുക്കുന്നതുകൊണ്ട് മമ്മി നോയമ്പെടുക്കും കേട്ടോ. മൊത്തത്തിൽ നോയമ്പെടുക്കും. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈസ്റ്റർ നന്നായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഡയറ്റൊക്കെയാണ്, പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഫുഡിനോട് യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത ആളാണ് കേട്ടോ ഞാനും. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും അവരങ്ങനെ 2 ആളും കൂടെ അപ്പനും മോനും കൂടെ ഇരുന്ന് എൻജോയ് ചെയ്തൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, ബൈ.